അതെ ഇപ്പൊ വെൽവെറ്റ് ആവുകൊണ്ട് തലയിൽ ഇങ്ങനെ ഒട്ടി. രാമിക്കുട്ടി പറഞ്ഞ ജാമിക്കുട്ടി ചെറിയൊരു ടിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി വീട്ടിലേക്ക് എത്തിയിട്ട് 2 ആഴ്ചയായി. ജാമിക്കുട്ടി ഞങ്ങളും ഇക്കയും ഷെഫ്മോനൊക്കെ ഞങ്ങൾ ഇട്ട് പോയിട്ടോ. ഇവിടെ നജിത്തല്ലാത്ത എല്ലാവരും ഉണ്ട്. അപ്പോൾ പോണതിൻ്റെ മുമ്പ് കുറേ ആൾക്കാർ പറയുന്നു പട്ടാമ്പി വീട്ടിലത്തെ വിശേഷങ്ങൾ ഇടണം എന്നൊക്കെ കേട്ടോ. പോണതിൻ്റെ മുമ്പ് ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡേ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുവരെ കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ രാവിലെ മുതലുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ജാമിക്കുട്ടി എന്നെ കൊണ്ടുപോകാൻ ആൾ വന്നിക്കണം കേട്ടോ. ഊഞ്ഞാലാടെ രണ്ടാളും രാവിലെ വന്ന് ജാസ്മിന്റെ കൂടെ ഊഞ്ഞാലാടെ കുട്ടി പാതികളി പോയി കിടക്കണല്ലേ. എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഈ യാമിക്കുട്ടിനോടെ എണ്ണ തേപ്പിക്കുന്നുണ്ട് ഉമ്മച്ചിയും ജാസ്മിൻ കുട്ടിയൊക്കെ കൂടി കേട്ടോ. എണ്ണ തേക്കാൻ പോവാ യാമിക്കുട്ടി. ഞാൻ മാറിയിട്ടൊന്നുമില്ല. ഞാനേ ഇവിടെ ക്യാമറ ഓൺ ആക്കിച്ചിട്ട് നിങ്ങൾ കുട്ടീനായിട്ട് വരുന്നത് കാത്ത് നിൽക്കുകയാണ്. ഞാൻ പറയാം ഇന്നത്തെ ഡൈനിങ് ലൈഫ് ഞാൻ പാറി എടുക്കണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഓരോ കാര്യങ്ങൾ വേഗം ചെയ്യുവേ. സോപ്പുണ്ടാ അപ്പാണ് പറഞ്ഞപ്പോ മൂട് പോയി. നേരം പോലത്തേക്ക് എനിക്ക് പൊറാട്ട ചുട്ടിട്ടുണ്ട്. അതെ തല കുറച്ചെടുത്തതാ. ആപ്പിള് തന്നു കുട്ടി. ആപ്പിള് തന്നു. ഇടി നിങ്ങള് പമ്പേഴ്സ് ഇട്ടിക്ക പുതിയ പമ്പേഴ്സാ. അതാ യാമിക്കുട്ടി ഉറങ്ങി കേട്ടോ. 3ാമത്തെ കുപ്പായാണിത്. കുപ്പായങ്ങൾ മാറ്റിട്ട് കൊടുത്തിട്ട് 3ാമത്തെ കുപ്പായാണ് കേട്ടോ ഇത്. 3ാമത്തെ കുപ്പായാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ കുപ്പായങ്ങൾ മാറ്റി കൊടുക്കും. അങ്ങനെ യാമിമോളൊക്കെ ഉറങ്ങി. ബാക്കി എല്ലാവരും ഓരോരുത്തരുടെ പണിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പിന്നെ 90 കഴിയാത്ത കാരണം എനിക്കിവിടെ ഒരു പണിയില്ല കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോകൾ ചോദിക്കാണ്ട് തലമ്മ എന്താ വെച്ചിട്ടുള്ളത്, ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ടോ, ടർബൻ കിട്ടുകയാണോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇന്ന് ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഗതി കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജാസ്മിൻ കുട്ടിയുടെ കേട്ടോ. എൻ്റെ ഞാൻ ആദ്യമേ വെച്ചിട്ടുണ്ട്. ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാള് തലേന്ന് ഇങ്ങോട്ട് ഊരി ചാടൂല. കാരണം ഇത് വെൽവെറ്റാണ് കേട്ടോ. അപ്പോൾ ഷാള് ഊരി ചാടില്ല. പിന്നെ നമുക്കിങ്ങനെ ഷാൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട പോലെ കണ്ടുണ്ടാവില്ലേ, തല ഇങ്ങനെ ഒട്ടിയിട്ട് ഷാളിങ്ങനെ ഒട്ടിയിട്ട് അങ്ങനെ ഉണ്ടാവും ചെയ്യൂല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചെറിയൊരു ഉയർച്ച വേണം തലക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ ഇത് സാധാ ഹെയർ ബാൻഡാണ്. സാധാ ഹെയർ ബാൻഡ് വയ്ക്കാൻ കിട്ടുമല്ലോ. ഇത് കുറച്ച് വീതിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെയോ അങ്ങനത്തെ ഒക്കെ ഹെയർ ബാൻഡ്. ആ ഹെയർ ബാൻഡ് മേടിച്ചിട്ട് വെൽവെറ്റിൻ്റെ തുണി ഉണ്ടാവുമല്ലോ പീസ്, ആ വെൽവെറ്റിൻ്റെ തുണി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ചുറ്റിയിട്ട് ഒരറ്റത്ത് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൽവെറ്റ് ആവുകൊണ്ട് തലയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു സാധനം കേട്ടോ. അങ്ങനെ ഇതുപോലത്തെ കുഞ്ഞു യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് വേറെയും കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇത് ഇമ്പോർട്ടിക്കൻ്റെ റോളിംഗ് ബോളാണ് കേട്ടോ. ഇത് നമ്മൾ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ബോളാണ്. ഇത് ഇങ്ങനെ ഉരുളും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ നല്ല ഓയിൽ ഉണ്ടാവില്ല, പിന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അബ്സോർവ് ചെയ്തെടുക്കാനുള്ളൊരു റോളിംഗ് ബോളാണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴുകി എടുത്ത് വെച്ചാൽ മതി, നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഇതൊരു ടൈപ്പ് സ്റ്റോണാണ് കേട്ടോ. ഓയിലൊക്കെ വലിച്ചെടുക്കണ ഒരു സ്റ്റോൺ നെറ്റിയുടെ ഇവിടെയൊക്കെ ഓയിലുള്ളവർക്കൊക്കെ ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കാം. പിന്നെ അതുപോലെ ഒരു സാധനമാണ് ഇമ്പോർട്ടിക്കൻ്റെ ഈ ഒരു സംഭവം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വിയർത്തിട്ട് ഇങ്ങനെ നനവൊക്കെ കാണൂലേ, നനവ് കാണാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും വിയർപ്പ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ളൊരു പാഡാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് മടങ്ങും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡ്രസ്സിന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിയർപ്പ് ഇത് വലിച്ചെടുക്കും. ഇത് കുറച്ച് തിന്നായിട്ടുള്ളൊരു പാഡാണ് കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വിയർത്ത് നനവാകുമ്പോൾ ഒരു ബോറല്ലേ, അതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു സാധനം കേട്ടോ, ഇത് സിലിക്കണിൻ്റെ ഒരു പാഡാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ നിപ്പിളൊക്കെ പുറത്തേക്ക് വിസിബിളായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് വെക്കുന്ന ഒരു
പാഡാണ് കേട്ടോ ഇത്. പിന്നെ ഈ ബോക്സിലൊരു സാധനം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ മുഖമൊക്കെ മസാജ് ചെയ്യണ നല്ല തണുപ്പിട്ടത് തൊടുമ്പോൾ ഇതൊരു പ്രത്യേക തരം മെറ്റലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ സ്കിന്നിലിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ഒരു കുറച്ച് വിറ്റാമിൻ സീറൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് മുഖത്തിന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും. ഇതുകൊണ്ടുള്ള ഈ ഒരു മസാജ് നമ്മുടെ സ്കിന്നിൻ്റെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ നല്ല ബെനിഫിറ്റാണ് കേട്ടോ. പിന്നെ ഈ ബോക്സിലൊരു കുഞ്ഞാപ്പി സാധനം കേട്ടോ, നല്ല ക്യൂട്ട് ബ്രഷാണ്. ഇത് നമ്മുടെ ഫേസൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യാനുള്ളതാണ് കേട്ടോ. നമ്മുടെ ഫേസിലത്തെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ മുഖമൊക്കെ നന്നായി കഴുകിയെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. മുഖത്തെ അഴുക്കുകളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇത് സ്കിന്നിനൊന്നും ഒരു പ്രോബ്ലം വരുത്താത്ത നല്ല സിലിക്കോൺ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ മസാജ് ചെയ്യാനുള്ള റോളറാണ് കേട്ടോ. കണ്ടോ ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്കിന്നിലിങ്ങനെ മസാജ് ചെയ്യുന്ന സ്കിന്നിനെ ചുളുക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഏജ് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ വെച്ച് മസാജ് ചെയ്യണം നല്ലതാണ് കേട്ടോ. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്റ്റോണുകളാണ് കേട്ടോ. നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ക്രീം ഇങ്ങനെ അബ്സോർബ് ആയി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മുഖമൊക്കെ ഇങ്ങനെ നന്നായി മസാജ് ചെയ്യണമൊക്കെ നല്ലതാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മസാജ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കാര്യമല്ലോ. ഇതെല്ലാം കൂടി ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. അതും ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഷാസ് 10 എന്നുള്ള കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ടോട് കൂടി കിട്ടും. ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫേസൊക്കെ നല്ല മാച്ച് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു മസാജ് ചെയ്യണതാണെങ്കിലും അതുപോലെ ഈ ഒരു മസാജർ ആണെങ്കിലും അതുപോലെ ഫേസ് അരച്ച് കഴുകണ ഈ ഒരു സിലിക്കോൺ ബ്രഷ് ആണെങ്കിലും പിന്നെ നല്ല വിയർപ്പിന്റെ അസുഖമുള്ളവർക്കൊക്കെ വിയർപ്പൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ ഷർട്ടും അങ്ങനെയുള്ള ഡ്രസ്സുകളും ഒക്കെ ഇടുമ്പോൾ പുറത്ത് പോകുമ്പോൾ നിപ്പിളൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഇതും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടിക്കൻ്റെ സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഉമ്മച്ചിക്ക് മീൻ മുറിക്കാൻ വസീമുണ്ടല്ലോ കൂടെ. നമ്മളെല്ലാം പിന്നെ നല്ല വസീമ് മത്തിയ നല്ല ബീഫ് കറിയും കൂട്ടാനും ഒക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ രാത്രി ബ്രോസ്റ്റ് വെച്ചിട്ടോ. അതിൻ്റെ ഫിഷായിട്ട് പാപ്പാനെങ്കിലും നിങ്ങൾക്ക് മത്തിയാണ്. പക്ഷെ കുട്ടികൾ സമ്മതിക്കില്ല കേട്ടോ. കുട്ടികളെ കടിച്ചു പറിക്കാൻ ചിക്കൻ തന്നെ വേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങളെ കടിച്ചു പറിക്കുന്നു. പണ്ടൊക്കെ അമ്മച്ചി മീൻ മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് കുറച്ച് ഉപ്പ് എടുത്തിടുന്നാ പറയില്ലേ. മീൻ മുറിക്കാനായിട്ടൊരു ഉപ്പും മരുപ്പടി കൊണ്ടുവച്ച് കേട്ടോ. അമ്മച്ചിയുടെ ഒരു ഐഡിയകളാണ് ഒക്കെ. നമ്മൾ കുറേ ഉണ്ടാക്കണം, തികഞ്ഞിട്ടില്ലേ? അതെ, ആൾക്കാരിനും വരാറുണ്ട്. ചായക്ക് ദാരിദ്ര്യം, നമുക്ക് ഒന്നിനും ദാരിദ്ര്യം പാടില്ല. പ്രത്യേകിച്ച് കൂടുതലാണ് പണ്ടേ അങ്ങനെ സുലുവിന് രണ്ടപ്പം 40 മിനിറ്റ് കൊണ്ട് ഉമ്മച്ചി കായം പുരട്ടിൽ കഴിട്ടോ. ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എന്തൊക്കെയാണ് ഉമ്മച്ചിയെ? ഉപ്പ്, മുളക്, കുരുമുളക്. അതെ അല്ലേ, സിമ്പിൾ മസാലയാണ് കേട്ടോ. സുലുത് അവിടെ ചൂടുദോശ കുട്ടികൾക്ക് വേറെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മാങ്ങാച്ചാക്ക് കറിക്കുള്ള എടുക്കാനാ? കറി കൂരാൻ എടുക്കാനുണ്ട്. നമുക്ക് പഴുത്തതും പച്ചയും മാറ്റി വെക്കാം. ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാങ്ങാച്ചാക്ക കേട്ടോ. നല്ലല്ലേ അപ്പത് കൊടുക്കുന്നത് മിഞ്ഞാന്നല്ലേ? ആ കുഞ്ഞുനേട്ടൻ കേട്ടോ കൊടുക്കുന്നത്. പഴുത്തിക്കണം. ജാസ്മൂട്ടി ബിഗ് ബോസ് കൊണ്ടുപോകുന്നുണ്ടോ അടുക്കളയിൽ. ഇവിടെ തുണികൾ മടക്കിയിട്ട് സെക്ഷനാണ്. തുണികളല്ല ബെഡ്ഷീറ്റില്ലേ. പക്ഷെ പേരുണ്ടാവില്ല. പേരുണ്ടാവില്ല. ആ അതെ അല്ലേ. ഈ നേരായ ജാസ്മൂട്ടിൻ്റെ അകത്ത് ഒരു ഹോർലിക്സ് ഉണ്ട്. എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ. ഇനി ജ്യൂസ് ഉണ്ട്. ജ്യൂസ് പിന്നെ എല്ലാവർക്കും ഉണ്ട്. അത് പിന്നെ വെക്കേഷൻ്റെ സമയത്ത് എല്ലാവർക്കും എപ്പോഴും ജ്യൂസ് ഉണ്ടാക്കും. ചൂടൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും മാങ്ങ ഉണ്ടാവും ചെയ്യും. അപ്പോൾ യാമിക്കുട്ടിയുടെ കണ്ണൂർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാ പോവായിരുന്നു. ടാങ്ക് അരച്ച് കിട്ടിയിരുന്നത് മമ്മക്ക് ടാങ്കി ഹോർലിക്സ് ഇട്ടിരിക്കുന്നു. നാവ് പിടിക്കണ്ട. പിന്നെ ആരാന്ന് വിചാരിച്ചു യാമിക്കുട്ടി എന്താണ് പരിചയം? യാമിക്കുട്ടി എടുക്കൂല, അതെടുക്കൂല. വാപ്പ അങ്ങനെ കൈകാട്ട് എക്സസൈസ് ചെയ്യാണ് കേട്ടോ. നടക്കുന്നത് ഇതിന്റെ പേര് രസം ഉണ്ടാവും. മധുരത്തിലായിട്ട് മത്തങ്ങന്റെ കുറച്ച് എരിവ് കൂട്ടിട്ടുണ്ടാവും.
ഓമക്കായകളാണ്. കുറേ ഓമക്കായകളുണ്ട് പലതരത്തില്. അത് നീളത്തിലൊന്നും ചിലന്ന് പറഞ്ഞതാണ് വീട്ടിൽ നിന്ന് കുറച്ച് മാംഗോ ജ്യൂസ്, വീട്ടിൽ നിന്ന് കുറച്ച് പപ്പായ. പറയാൻ പാടില്ലല്ലേ? എല്ലാം പൈസ കൊടുത്ത് കഴിച്ചാൽ. എല്ലാവർക്കും വന്ന മത്തിയൊക്കെ ഒരു ഇതാണ് ഫ്ലോർ ക്ലീൻ. വാപ്പ പുതിയ വാങ്ങിച്ചതാണ്. ടേബിളൊക്കെ മിന്നി തിളങ്ങാൻ മാത്രമേ. പക്ഷെ ഇവിടെ വാപ്പാന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു അരുവ് കൂടെ നടക്കാൻ പറ്റും. വാപ്പാന്റെ പാക്കിംഗ് സെക്ഷനാണ്. ഇന്നത്തെ കൊറിയറുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ട് എന്താ എടുത്ത് മാറ്റി തുടക്കത്തിന്ന് ഇതിനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മളെ ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അലക്കാൻ പോണ്ട. വാപ്പാന്റെ കണക്ക് പുസ്തകവും പാക്കിങ്ങും ഒക്കെ ആരും നോവിക്കാതെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചു പോവാ. അതേ നടക്കും. ഞങ്ങളുടെ വീട്ടിലെ എല്ലാരും തുടക്കാൻ ഏൽപ്പിക്കണം. എന്താണെന്നറിയോ? ഞാൻ തുടച്ചാൽ നമ്മുടെ വൃത്തിയാവുള്ളൂ. ഞാൻ തുടച്ചാൽ മാത്രം ആരും അറിയുന്നില്ല. പക്ഷെ വാപ്പ ഓള് തുടക്കാൻ കാലത്തേക്ക് നടക്കാൻ വേണ്ടിട്ട് തുടച്ച വാപ്പാക്ക് ഒന്ന് പോണം. അടുക്കളേക്കൊന്ന് പോയോക്കട്ടെ. ജീവൻ പോണ തരം കൂടി ബാക്കിയുണ്ടാവും. ഗ്യാസ്മുട്ടി പണികളൊക്കെ ഒരുങ്ങി ബിഗ് ബോസ് കണ്ടുകൊണ്ട് കഞ്ഞി കുടിക്കാണ്. ഞങ്ങൾ ചോറ് കഴിക്കാൻ വന്നിക്കാണ് കേട്ടോ. ചോറ് കഴിക്കാനായി. നല്ല ബൊഫേ അല്ലേ? ഞങ്ങൾ വിളമ്പി തിന്നണതിന് ഞങ്ങൾ ബൊഫേന്നു ചില ദിവസം നമ്മുടെ വിളമ്പി വെച്ചിട്ടുണ്ടാവും. അത് സാധാരണ കല്യാണം. സാധാരണ കല്യാണം നമ്മൾ തന്നെ വിളമ്പി കഴിക്കണമെങ്കിൽ ഞങ്ങളന്ന് ഒന്ന് ബൊഫേ എന്ന് പറയും. അപ്പോൾ എല്ലാവരും പാത്രം എടുത്തിട്ട് വിളമ്പി കഴിക്കണം. ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. കാശുംകുട്ടിൻ്റെ അടിപൊളി മുരിങ്ങാക്കായക്കറി ഉണ്ട്. ഇത് ഓർഗാനിക് ഓമക്കായത്തേരി. ഇങ്ങനെയുള്ള മത്തി പൊരിച്ചതുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വാപ്പാൻ്റെ നല്ല അടിപൊളി മാങ്ങച്ചാറും. പിന്നെ റെസിപ്പി ഒന്നും ചോദിക്കേണ്ട. റെസിപ്പി ഒന്നും കിട്ടൂല. വാപ്പ ഞൊടിയിടയിൽ ഉണ്ടാക്കുന്ന അച്ചാറാണ്. മത്തി കഴിക്കാൻ വന്നാണ് ഞങ്ങൾ. മത്തി പൊരിച്ചിട്ട് ചോറ്. മത്തി പൊരിച്ചതാ വേണ്ടേ? കയ്യൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ചോറിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇനി സുഖമായിട്ടുള്ള ഉറക്കം. മോളിറങ്ങി. ഇവിടെ സ്വർഗം ഞങ്ങൾ പഴയ വീടിന്റെ അവിടുത്തെ അയൽവാസി കേട്ടോ. കുഞ്ഞാത്ത വന്നിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞാത്ത പോയിട്ടോ. എൻ്റെ പഴയൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മളെ ഓർമ്മയിലെ രുചികൾ എന്നുള്ളതിൽ. ഷെഫ്മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്കൊന്നും കഴിക്കാൻ വേണ്ടിയില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞാത്ത എനിക്കൊരു ചമ്മന്തി ഉണ്ടാക്കി തന്നു. അതിൻ്റെ രുചിയും നാവിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പഴയ വീട്ടിലാകുമ്പോൾ ഒരുപാട് കഥകളുണ്ടാകും. കുഞ്ഞാത്തൊക്കെ പറഞ്ഞ പോലെ വന്ന് കുറച്ച് നേരം കൊണ്ട് ഒരുപാട് കഥകൾ കേട്ടു. ഏത് ഗുണ്ടുമണിയാണ്? ഈ ഗുണ്ടുമണിയാണ് യാമിക്കുട്ടി. ഹായ് പറഞ്ഞ എല്ലാവരോടും ഹായ് ഹായ്. എന്താ ഇങ്ങനെ നോക്കണ എല്ലാവരും? എല്ലാവരും പേപ്പിച്ച കുട്ടി. എല്ലാവരും പേപ്പിച്ച കുട്ടി. അപ്പൊ എന്തായാലും കലവറയിൽ പഴംപൊരി ഒരുങ്ങുന്നുണ്ടെന്ന ജാസ്മിൻകുട്ടി പറഞ്ഞത്. മെച്ച കുട്ടികളെ പഠിപ്പിക്കാൻ പോവാ. വൈകുന്നേരം ആയ പോലെ മസാല വെച്ചേക്കൂട്ടോ. നമുക്ക് അങ്ങോട്ട് വെക്കേഷൻ കഴിയുമ്പോഴത്തേനൊക്കെ കൂടെ കരിഞ്ഞു പോകും. പിന്നെ നിങ്ങളൊക്കെ മസാല വെപ്പിക്കാൻ വരുന്നുണ്ട് അമ്മച്ചി. യാമിക്കുട്ടി ഉറങ്ങി കേട്ടോ. അവളെ ഉറക്കി കിടത്തിക്കാണ്. അവിടെ ജാസ്മിൻകുട്ടി മാപ്പയും കൂടി പ്രകൃതിയായ പഴംപൊരിയിലാണ്. അത് പറയാ ജബിനുട്ടിയും മോളും കൂടി ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ച ഉടനെ പുറത്ത് പോയിട്ടോ. ഇത് കുറച്ച് സോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നും വൈകുന്നേരം വെച്ച് ഇതൊക്കെ തേച്ചെടുക്കട്ടോ കുട്ടികൾ. വെക്കേഷനായ ഇവിടെ പണ്ടേ ഉള്ള പരിപാടിയാണ്. തേപ്പും ഒക്കെ കുട്ടികളൊക്കെ ആകെ കളിച്ചു പോലെ. അപ്പോൾ നാളെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കാണിക്കട്ടോ എന്ന് പറഞ്ഞിരുന്നു. ഇത് മെച്ചിൻ്റെ ജെമീസ് സ്കിൻ കെയർ പൗഡറാണ് കേട്ടോ. ഇതൊക്കെ തേക്കണ എങ്ങനെയാണ് കാണിച്ചു തരാം. കുട്ടികൾക്ക് മാത്രം കേട്ടോ, വലിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഈ നേരത്തെ കുട്ടികളെ തേക്കും. ഞങ്ങളൊക്കെ രാവിലെ കുളിക്കുമ്പോൾ തേക്കും. എനിക്ക് അങ്ങനെ തേച്ചിക്കാൻ ഒഴിവിട്ടാറില്ല കേട്ടോ. ഞാൻ വേഗം കുളിച്ചോടല. കൈമീൻ കാൽമീൻ ഇതും തേച്ച് കൊടുക്കുന്നു കുട്ടികൾക്ക്. ഇത് ജെമീസിൻ്റെ സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സിപ്പ് ലോക്ക് പാക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ടച്ചാൽ മതി.
അപ്പം ഞാൻ എന്തായാലും തേക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കും ഇത് എന്തൊക്കെയാണെന്നൊക്കെ കേട്ടോ. ഇത് സ്കിന്നൊക്കെ നല്ല എണ്ണമയൊക്കെ പോയി നല്ല ഡ്രൈ ആവാനൊക്കെ നമുക്ക് വലിയവർക്കും എല്ലാവർക്കും തേക്കട്ടോ. കുട്ടികളെ മുഖത്ത് അങ്ങനെ കരിവാളിക്കൊന്നും ഇല്ലായിരിക്കാണ്ട് ഓൽക്കും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. അതുപോലെ വേർപ്പ് നാറ്റൊക്കെ ഉള്ളവർക്ക് മേലൊക്കെ തേച്ച് കുളിച്ചാൽ നല്ലതാണ് കേട്ടോ ഇത്. ഇതിന് 200 രൂപയാണ് കേട്ടോ. ഞാൻ ഈ പക്ഷിക്കുട്ടിയാ അതെ കുറെ നേരം കടന്ന് കളിച്ചു നോക്കി ആരെങ്കിലും വരുവിച്ചിട്ട് പക്ഷിക്കുട്ടിയാ. പഴംപൊരിയും ചായയൊക്കെ ജാസ്മിൻ കുട്ടിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരുന്നിട്ടോ എല്ലാവരും ഇരുന്നിട്ടാട്ടോ കുടിക്കുക. ഇന്നിപ്പോൾ നെബിലോട്ടിയും ഇന്നുമ്പോഴും എത്തിയിട്ടില്ല. ആ ഇടുക്കേ